വിശദമായ വാർത്തകളിലേക്ക്. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം താൻ അല്ല മുറിച്ചതെന്നും പോലീസ് സത്യം വളച്ചൊടിച്ചു എന്നുമുള്ള നിർണായക വെളിപ്പെടുത്തലുമായി പെൺകുട്ടി. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഗംഗേശാനന്ദയുടെ അഭിഭാഷകന് പെൺകുട്ടി കത്തയച്ചു. ലൈംഗികാതിക്രമത്തിനിടെയാണ് താൻ ജനനേന്ദ്രിയം മുറിച്ചതെന്ന മൊഴി കെട്ടിച്ചമച്ചതാണെന്നും ഗംഗേശാനന്ദ തന്നെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്ന കത്ത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. അതേസമയം ഗംഗേശാനന്ദ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതുൾപ്പെടെ വ്യക്തമാക്കുന്ന 164 സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമാണ് പെൺകുട്ടി കത്തിലൂടെ നൽകിയിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ. ലൈംഗിക അതിക്രമത്തിനിടെ സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ചെന്ന സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ലൈംഗിക അതിക്രമത്തിനിടെ സന്യാസിയുടെ ജനനേന്ദ്രിയം മുറിച്ചെന്ന കേസിൽ നിർണായകമായ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കേസിൽ ധീരമായ കൃത്യത്തിന് അഭിനന്ദനം ഏറ്റുവാങ്ങിയ പെൺകുട്ടിയാണ്. സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ചത് താനല്ലെന്ന വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ താൻ ഇരയാക്കപ്പെട്ടതാണെന്നും മൊഴി പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും പരാമർശമുള്ള യുവതിയുടെ പേരിലുള്ള കത്താണ് പുറത്തു വന്നത്. തന്നെ മകളെപ്പോലെയാണ് ഗംഗേശാനന്ദ കണ്ടിരുന്നത്. ഒരിക്കലും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല. അയ്യപ്പദാസ് എന്നയാളെ തനിക്കും കുടുംബത്തിനും ഗംഗേശാനന്ദയ്ക്കും പരിചയമുണ്ട്. സ്വാമി പണം അപഹരിക്കുകയാണെന്ന് അയ്യപ്പദാസാണ് തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ അയ്യപ്പദാസിനെ കൂടാതെ മനോജ് മുരളി, അജിത് കുമാർ എന്നിവർ ചേർന്ന് ഗംഗേശാനന്ദയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി പിന്നീട് മനസ്സിലായി. തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചാണ് പെൺകുട്ടി ഗംഗേശാനന്ദയുടെ അഭിഭാഷകന് കത്തയച്ചത്. കത്തി നൽകിയതും ജനനേന്ദ്രിയം മുറിക്കാൻ നിർദ്ദേശിച്ചതും അയ്യപ്പദാസാണ്. എന്നാൽ സംഭവ ദിവസം രാത്രി ഗംഗേശാനന്ദയുടെ അടുത്ത് പോയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഗംഗേശാനന്ദയുടെ നിലവിളി കേട്ടപ്പോൾ താൻ വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. കത്ത് തന്റേതാണെന്ന പെൺകുട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 സ്റ്റേറ്റ്മെന്റിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ കത്ത്. തനിക്ക് ലഭിച്ച കത്ത് കോടതിയിൽ ഹാജരാക്കിയതായി സ്വാമി ഗംഗേശാനന്ദയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ പറഞ്ഞു. കത്തിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും അജിത് കുമാർ വ്യക്തമാക്കി. ഈ പോലീസ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും ഒന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, കറക്റ്റ് ഫാക്ട്സ് അല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ കോൺസ്പിറസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വളരെ വെരി സീരിയസ് അലിഗേഷൻസ്. ഗംഗേശാനന്ദയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജാമ്യാപേക്ഷയോടൊപ്പമാണ് യുവതിയുടെ പേരിലുള്ള കത്തും അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത്. ഈ മാസം 19-ന് സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഈ മാസം 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ലേബർ കമ്മീഷണറുടെയും തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. മിനിമം വേതനം 22,000 രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ മിനിമം വേതനം 12,000-ൽ അധികമായി ഉയർത്താനാകില്ല എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 18,000 രൂപ വരെ മിനിമം വേതനം നൽകണമെന്ന നിലപാട് സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ നഴ്സുമാർ തീരുമാനിച്ചത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ ചർച്ചകളോട് ഉടനീളം വളരെ ധിക്കാരപരമായ നടപടികളാണ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുതൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടന തീരുമാനം. ഈ മാസം 18 മുതലാണ് എല്ലാ ജോലികളും ഒഴിവാക്കിയുള്ള നഴ്സുമാരുടെ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഴ്സുമാർക്ക് മാത്രമായി ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ സാധിക്കില്ലെന്നും അവർ ആവശ്യപ്പെടുന്ന വർധനവ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ ഇപ്പോഴുള്ള പ്രപ്പോസൽ ചിലതൊക്കെ വന്നിരിക്കുന്നത് 120% ഉള്ള സാലറി ഹൈക്കാണ്. ഈ സാലറി ഹൈക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫൈനലി വന്ന് തീരുന്നത് പാവപ്പെട്ട രോഗികളുടെ മേൽ തന്നെയാണ്. ഒരു മാനേജ്മെന്റും അല്ലാതെ ഈ പറയുന്ന എമൗണ്ട് സാലറി വേറെ രീതിയിൽ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. നിലവിൽ 8,500 രൂപ മുതൽ 9,500 രൂപ വരെയാണ് സ്വകാര്യ നഴ്സിംഗ് മേഖലയിൽ നൽകുന്ന മിനിമം വേതനം. 250 രൂപ മുതൽ 500 രൂപ വരെ നഴ്സിംഗ് ഫീയായി സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നുണ്ടെങ്കിലും 3 വർഷത്തോളമായി ഈ മേഖലയിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഈ മാസം 27-ന് വീണ്ടും ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥൻ വീണ്ടും DGP ഓഫീസിൽ. സെൻകുമാറിന്റെ വിശ്വസ്തൻ ഗ്രേഡ് SI അനിൽകുമാറാണ് ഓഫീസിലെത്തിയത്. കമ്മീഷണർ ഓഫീസിലേക്ക് സർക്കാർ ഇയാളെ സ്ഥലം മാറ്റിയിരുന്നു. കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ കപ്പൽ പിടിയിലുള്ള ആംബർ തന്നെയെന്ന പരിശോധനയിൽ വ്യക്തമായി. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കപ്പൽ കൊച്ചി തീരം വിടുന്നത് മറൈൻ മെർക്കന്റൈൽ വിഭാഗം തടഞ്ഞു. ക്യാപ്റ്റനെയും നാവികനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി ഉഷാദേവിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിലെ ഫീവർ ICUവിൽ ചികിത്സയിലായിരുന്നു.
മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയതിന് ഗീതാ ഗോപിക്ക് താക്കീത്. CPI ജില്ലാ എക്സിക്യൂട്ടീവാണ് MLA താക്കീത് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധി എന്ന നിലയിൽ ജാഗ്രത വേണമായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. വാർത്തകൾ തുടരുന്നു. കൊച്ചി മെട്രോ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഫലം കണ്ടു. E. ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മെട്രോയുടെ ഉദ്ഘാടന വേദിയിലുണ്ടാകും. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയിപ്പ് നൽകി. ഇവരെ ഉൾപ്പെടുത്തിയ പുതിയ പട്ടികയും സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. E. ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് PT തോമസ്, MLA എന്നിവരെ വേദിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുത്തിയ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. മെട്രോ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മെട്രോമാൻ E. ശ്രീധരൻ മെട്രോ സ്റ്റേഷനുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്നും ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് DMRCയുടെയോ തന്റെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കന്നുകാലി കശാപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിജ്ഞാപനത്തിന്മേൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം കേന്ദ്രം മറുപടി നൽകണം. വിജ്ഞാപനത്തിനെതിരെയുള്ള ഹർജികൾ സംയുക്തമായി പരിഗണിച്ചാണ് കോടതി നടപടി. കേസിൽ കക്ഷി ചേരാനുള്ള കിസാൻ സഭയുടെ അപേക്ഷയും കോടതി അംഗീകരിച്ചു. അതേസമയം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന വിധം വിജ്ഞാപനത്തിൽ ഉടൻ മാറ്റം വരുത്തുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. തലശ്ശേരി ഫസൽ വധക്കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്ന് കൊച്ചി CBI കോടതി ഉത്തരവിട്ടു. തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഫസലിന്റെ സഹോദരൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. RSS പ്രവർത്തകന്റെ കുറ്റസമ്മത മൊഴിയും CBIയുടെ കണ്ടെത്തലും തമ്മിലെ അന്തരം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. കൊല്ലം പിറവന്തൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവാണ് യുവതിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചത്. യുവതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷമായിരുന്നു ആക്രമണം. ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിനെതിരെയുള്ള വിജിലൻസ് ത്വരിത പരിശോധന ഹൈക്കോടതി റദ്ദാക്കി. ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ട മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിധിക്കെതിരെ മോഹൻലാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അന്നത്തെ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായ അന്വേഷണവും റദ്ദാക്കിയിട്ടുണ്ട്. പാറ്റൂരിൽ ഫ്ളാറ്റ് വാങ്ങിയവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനാകില്ലെന്ന് ലോകായുക്ത. കേസ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ 10 ദിവസത്തിനകം ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഫ്ളാറ്റ് വാങ്ങിയവരെ അറിയിക്കണമെന്നും ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകണമെന്നും ലോകായുക്ത ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പട്ടിക പുറത്തുവിടുന്നതിൽ തെറ്റില്ലെന്നും ലോകായുക്ത നിരീക്ഷിച്ചു. ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായുള്ള ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത വരുത്താൻ കോടതിയെ സമീപിക്കാനും ലോകായുക്ത തീരുമാനിച്ചിട്ടുണ്ട്. തലകുയിൽ പരാമർശം നടത്തിയ കേസിൽ ബാബ രാംദേവിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട്. റോത്തക്കിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹരീഷ് ഗോയലാണ് രാംദേവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന സദ്ഭാവന സമ്മേളനത്തിലാണ് ബാബ രാംദേവിൽ നിന്നും വിവാദ പരാമർശമുണ്ടായത്. ഭാരത് മാതാ കീ ജയ് എന്ന് പറയാത്തവരുടെ തല കൊയ്യുമെന്നായിരുന്നു രാംദേവിന്റെ പരാമർശം. ബാബ രാംദേവിനെതിരെ നേരത്തെയും കോടതി അറസ്റ്റ് വാറണ്ടും സമൻസും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ രാംദേവ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആയുധ പരിശീലനം തടയുന്നതിനുള്ള പുതിയ നിയമനിർമ്മാണം സർക്കാർ പരിഗണനയിലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിലവിലെ നിയമം പരിഷ്കരിച്ച് ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സംഘപരിവാർ സംഘടനകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തുന്നുവെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഗെയിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ സന്ദേശങ്ങൾ വ്യാവസായിക വളർച്ചയിൽ കേരളത്തെ പിന്നോട്ടടിച്ചെന്ന് മന്ത്രി AC മൊയ്തീൻ. സർക്കാർ നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കാൻ പോകുന്ന കിൻഫ്ര അഡ്വാൻസ് ടെക്നോളജി പാർക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ലീലാമ്മ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ അത്താണിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് നടക്കും. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കലാമണ്ഡലം ലീലാമ്മയെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ ഗവേഷണം നടത്തുന്നവർക്കായി തൃശൂരിലെ അത്താണിയിൽ സ്വാതി ചിത്ര എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. കായംകുളത്ത് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 2 SIമാർക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ SI മഞ്ജുളദാസ്, പ്രൊബേഷൻ SI സുദീപ് എന്നിവർക്കെതിരെയാണ് നടപടി. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധ്യമേഖല IGയാണ് നടപടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പൂവാലന്മാരെ തേടിയിറങ്ങിയ ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ടടിച്ചത്. വീട്ടുകാരും നാട്ടുകാരും എത്തി തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന് ഡിവൈഎസ്പി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം ശമിച്ചത്.